ആനിമലും, പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ്. ഈ സിനിമകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഈ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമകളെല്ലാം കമ്മിങ് ഓഫ് ഏജ് സിനിമകളാണ്. കമ്മിങ് ഓഫ് ഏജ് സിനിമകളും അതെന്താണെന്നല്ലേ, കഥാപാത്രങ്ങളുടെ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള പരിവർത്തനങ്ങളും അതിലുണ്ടാകുന്ന സങ്കീർണതകൾ, ബന്ധങ്ങൾ, വ്യക്തിപരമായ വളർച്ച തുടങ്ങിയവയെല്ലാം പ്രതിപാദിക്കുന്ന സിനിമകളാണിവ. ഇത്തരം സിനിമകൾ പ്രേക്ഷകർക്ക് പലപ്പോഴും കൂടുതൽ കണക്റ്റ് ആവുന്നു, റിലേറ്റബിൾ ആവുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. 2024 തന്നെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ നസ്ലിൻ, മമിത തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായ പ്രേമലു. നസ്ലിൻ്റെ കഥാപാത്രമായ സച്ചിൻ്റെ ട്രാൻസിഷനിലൂടെ മുന്നോട്ടു പോകുന്ന സിനിമയാണിത്. ഇതേപോലെ തന്നെ ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തണ്ണീർമത്തൻ ദിനങ്ങൾ മാത്യുവിൻ്റെ ജെയ്സൺ എന്ന കഥാപാത്രത്തിൻ്റെ വളർച്ചയിലൂടെ കടന്നുപോയ സിനിമയാണ്. അതേപോലെ ശരണ്യ എന്ന പെൺകുട്ടിയുടെ വളർച്ചയും സങ്കീർണതകളും ഒക്കെ പറഞ്ഞ സിനിമയായിരുന്നു അനശ്വര രാജൻ പ്രധാന കഥാപാത്രമായ സൂപ്പർ ശരണ്യ. ജോർജിന്റെ ജീവിതത്തിലൂടെ മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയ അൽഫോൻസ് പുത്രൻ സിനിമയാണ് പ്രേമം. ഈ നിവിൻ പോളി ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഒരു സെൻസേഷൻ തന്നെയായിരുന്നു. അജു, ദാസ്, ദിവ്യ, സേറ, കുട്ടൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കിയ അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സും, പൂജ എന്ന പെൺകുട്ടിയുടെ ടീനേജ് മുതലുള്ള കഥ പറഞ്ഞ ജൂഡ് ആന്റണി ജോസഫിന്റെ ഓം ശാന്തി ഓശാനിയും ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകളാണ്. ഇതേപോലെ സണ്ണി ഇമ്മട്ടി, ശരത് വർമ്മ, വർഷ ജോൺ എന്ന കഥാപാത്രങ്ങളായി ആസിഫ് അലി, നിഷാൻ, റിമ കല്ലെങ്കൽ തുടങ്ങിയവരെത്തിയ ശ്യാമപ്രസാദിന്റെ ഋതു സിനിമയും ഈ കാറ്റഗറിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. ഈ സിനിമകൾക്ക് പുറമെ ജൂൺ എന്ന പെൺകുട്ടിയുടെ കൗമാരം മുതൽ യൗവനം വരെ ചർച്ച ചെയ്ത അഹമ്മദ് കബീറിന്റെ രജീഷ വിജയൻ ചിത്രം ജൂൺ, അരുൺ എന്ന പ്രണവ് മോഹൻലാൽ കഥാപാത്രത്തിന്റെ വളർച്ചയിലൂടെ പോകുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം ഹൃദയവും, ദുൽഖറിന്റെ ഫൈസിയുടെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞ അൻവർ റഷീദ് ചിത്രം ഉസ്താദ് ഹോട്ടലും, തങ്ങളുടെ കോളേജ് ജീവിതത്തിന്റെ ആദ്യ IV ടൂർ ആരംഭിക്കുന്ന 7 സുഹൃത്തുക്കളുടെ ഒരു സംഘത്തിന്റെ കഥ പറഞ്ഞ ആനന്ദവുമെല്ലാം ഇത്തരത്തിൽ കമ്മിങ് ഓഫ് ഏജ് സിനിമകളാണ്.